കേരളം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് ഔദ്യോഗികമായി കടന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJP ആവിഷ്കരിച്ച മിഷൻ 40 ഭരണ തുടർച്ചയ്ക്കായുള്ള ഇടതു മുന്നണിയുടെ മിഷൻ 110 അധികാരം തിരിച്ചുപിടിക്കാനുള്ള UDFന്റെ ലക്ഷ്യം 2026 എന്നിവ കേരള രാഷ്ട്രീയത്തെ ത്രികോണ മത്സരത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ അഴിച്ചുപണികൾക്കും നിർണായക നീക്കങ്ങൾക്കുമാണ് വഴി തെളിഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും സന്ദർശനം മുതൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് വരെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിലെ വൈകാരിക ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു. 2026 ജനുവരി 11 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിൽ എത്തുന്നത് BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കാനാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടി അപ്രതീക്ഷിത വിജയം നൽകിയ ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം. തിരുവനന്തപുരത്ത് എത്തുന്ന അമിത് ഷാ വിജയിച്ച കൗൺസിലർമാരെ നേരിൽ കാണുകയും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നിർണായകമായ ചർച്ചകൾ നടത്തുകയും ചെയ്യും. മിഷൻ 40 എന്നത് BJPയുടെ തന്ത്രപരമായ നീക്കമാണ്. സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിജയസാധ്യതയുള്ള 40 മണ്ഡലങ്ങളിൽ സർവ്വസജ്ജമായി ഇറങ്ങാനാണ് പാർട്ടിയുടെ തീരുമാനം. ഇതിൽ കുറഞ്ഞത് 15 സീറ്റുകളെങ്കിലും വിജയിച്ച് നിയമസഭയിൽ നിർണായക ശക്തിയാവുക എന്നത് BJP ലക്ഷ്യമിടുന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു തൂക്കുസഭയുണ്ടായാൽ കറുത്ത കുതിരയാവുക എന്നത് ഈ ദൗത്യത്തിന്റെ അന്തസത്തയാണ്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും മത്സരിക്കുമെന്ന സൂചനകൾ ശക്തമാണ്. ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്തേക്കാണ് പരിഗണിക്കപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മാർച്ച് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ ശബരിമല സന്ദർശിക്കുമെന്ന വാർത്തകളും സജീവമാണ്. ശബരിമല വിഷയം മുൻനിർത്തി ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര നേതാക്കളുടെ സന്ദർശനം BJPക്ക് വലിയ രാഷ്ട്രീയ മുതൽക്കൂട്ടാകും. ജനുവരി 14 ശബരിമല സംരക്ഷണ ദീപം ഈ പ്രചാരണത്തിന്റെ തുടക്കമായാണ് കണക്കാക്കപ്പെടുന്നത്. ഭരണവിരുദ്ധ വികാരം മറികടന്ന് 3ാം തവണയും അധികാരം നിലനിർത്തുക എന്ന ഹിമാലയൻ ലക്ഷ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. മിഷൻ 110ലൂടെ 140ൽ 110 സീറ്റുകൾ നേടാമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ കാര്യമാക്കുന്നില്ലെന്നും വികസന പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ ഭരണം നിലനിർത്താമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓരോ ജില്ലയുടെയും ചുമതല മന്ത്രിമാർക്ക് വീതിച്ച് നൽകിക്കൊണ്ട് 50 ദിവസത്തെ പ്രത്യേക കർമ്മ പദ്ധതിക്കും രൂപം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വട്ടവും നേരിട്ട തിരിച്ചടികൾക്ക് മറുപടി നൽകാനാണ് UDF ലക്ഷ്യ 2026 അവതരിപ്പിച്ചത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന നേതൃത്വ ക്യാമ്പിൽ 100ലധികം സീറ്റുകൾ നേടാനുള്ള മാർഗരേഖയ്ക്ക് കോൺഗ്രസ് രൂപം നൽകി. കോൺഗ്രസ് മാത്രം 70 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെടുന്നു. സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും സ്വർണ്ണക്കടത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ വിഷയങ്ങളും ജനങ്ങൾക്കിടയിൽ സജീവമായി ചർച്ച ചെയ്യാനാണ് UDFന്റെ നീക്കം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയതും ഈ കേസിൽ CPM കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന BJP ആരോപണം തിരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് BJP ആരോപിക്കുമ്പോൾ ഇത് UDFനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2026. 3 മുന്നണികളും അവരവരുടെ കരുത്തുകളും ദൗർബല്യങ്ങളും തിരിച്ചറിഞ്ഞാണ് പടയൊരുക്കം നടത്തുന്നത്. മോദി ഷാ കൂട്ടുകെട്ടിന്റെ ശബരിമല കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ BJPക്ക് കേരള നിയമസഭയുടെ വാതിൽ തുറക്കുമോ? അതോ പിണറായിയുടെ മിഷൻ 110 ചരിത്രം ആവർത്തിക്കുമോ? UDFന്റെ ലക്ഷ്യം 2026 സഫലമാകുമോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരം കേരളം കാത്തിരിക്കുകയാണ്. കേരളത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയുടെ തന്ത്രമാണ് വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കുക എന്നത് സങ്കീർണമായൊരു ചോദ്യമാണ്. ഓരോ മുന്നണിയും വ്യത്യസ്തമായ വോട്ട് ബാങ്കുകളെയും വികാരങ്ങളെയുമാണ് ലക്ഷ്യമിടുന്നത്. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന LDF പ്രധാനമായും ഊന്നൽ നൽകുന്നത് ക്ഷേമ പദ്ധതികളും വികസനത്തിലുമാണ്. മിഷൻ 110ലൂടെ സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരായ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് അവർ കരുതുന്നു. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സ്ഥാപിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. എങ്കിലും സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളും സാധാരണ വോട്ടർമാർക്കിടയിൽ ഒരു പരിധിവരെ സംശയങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഭരണവിരുദ്ധ വികാരം പരമാവധി വോട്ടുകളാക്കി മാറ്റാനാണ് UDF ശ്രമിക്കുന്നത്. സ്വർണ്ണക്കടത്ത്, അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിലൂടെ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. കോൺഗ്രസ് മാത്രം 70 സീറ്റുകൾ ലക്ഷ്യമിടുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗത വോട്ടർമാരെ തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യ 2026 സഹായിച്ചേക്കാം. ശബരിമല ദർശനവും മിഷൻ 40ഉം BJPയുടെ ഒരു മാസ്റ്റർ പ്ലാനാണ്. സാധാരണ വോട്ടർമാരുടെ മതപരമായ വികാരങ്ങളെ തൊട്ടുണർത്താൻ മോദിയുടെയും അമിത് ഷായുടെയും സന്ദർശനം സഹായിക്കും. മറ്റ് 2
മുന്നണികളും അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്ന BJP നരേറ്റീവ് യുവാക്കളെയും നിഷ്പക്ഷ വോട്ടർമാരെയും ആകർഷിക്കാൻ സാധ്യതയുമുണ്ട്. സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾക്കൊപ്പം തന്നെ വൈകാരികമായ വിഷയങ്ങളും പ്രധാനമാണ്. BJPയുടെ ശബരിമല നീക്കങ്ങൾ വോട്ട് വിഹിതം കൂട്ടാൻ സഹായിക്കുമെങ്കിലും ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ നിശ്ചയിക്കുന്നത് LDFന്റെ വികസന വാദവും UDFന്റെ ഭരണവിരുദ്ധ പ്രചാരണവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും.